ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടി AFUPC നടത്തി വരുന്ന വചന പ്രഭാഷണ പരമ്പരകളുടെ സന്ധിപ്പാണ് ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവചനങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ സന്ദേശങ്ങൾ കൂടുതലായി ശ്രമിക്കാനായി യൂട്യൂബിൽ AFUPC ചാനൽ എന്ന മാധ്യമത്തിൽ നിങ്ങൾക്കത് ലഭ്യമാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് നിശ്ചയമായും വാട്സപ്പിലൂടെയും ദൈവത്തിന്റെ സന്ദേശങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. പലപ്പോഴും മനുഷ്യ ജീവിതത്തിലെ കഷ്ടതയും പ്രയാസവും പ്രതികൂലവും രോഗവും ദുരിതമൊക്കെ ഏറി വരുമ്പോൾ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നതിന്റെ ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരും, സ്ഥിതികൾക്ക് ഭേദം വരും, നിനക്ക് നല്ല ഭാവി ഉണ്ടാകും. യെരമ്യാപ്രവചനം 31-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് വരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും, അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഇന്ന് ഒരു വർഷത്തിന്റെ ഈ സന്ദേശം കണ്ടുപിടിക്കുമ്പോൾ ഈ കരച്ചിലിന്റെയും വിലാപത്തിന്റെയും നിരാശയുടെയും നെടുവീർപ്പിന്റെയും ഉടമയായിരിക്കാം. നീ ചുറ്റും നോക്കിയിട്ട് നീ ആശ്വസിക്കാൻ കഴിയുന്ന, സഹായിക്കാൻ കഴിയുന്ന ആരെയും കണ്ടെന്നു വരികയില്ല. ആശ്വാസം നഷ്ടപ്പെട്ടവനായി, സമാധാനമില്ലാത്തവളായി നീ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ എനിക്ക് എന്നും ഈ കണ്ണുനീര് മാത്രമേ ഉള്ളൂ എന്ന് നീ വിലപിക്കുമ്പോൾ സ്വർഗം പറയുക, നീ കണ്ണുനീരും യാതനയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവത്തിൽ നീ വരുന്നെങ്കിൽ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴി ദൈവം നിനക്ക് ഒരുക്കും. കാലിടറി പോകുന്ന തിക്താനുഭവങ്ങൾ, മനസ്സ് മടിപ്പിക്കുന്ന ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും കടഭാരങ്ങളും മാറാരോഗങ്ങളൊക്കെ എഴുതി ഭാരപ്പെടുന്നെങ്കിൽ തന്നെയും സ്വർഗം പറയാണ്, തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതയാളുകളിൽ ഭാവിയിൽ കാലിടറിപ്പോകാത്ത ഒരു നിരപ്പുള്ള വഴി ഞാൻ നിനക്ക് ഒരുക്കി തരും. ഇതിനുള്ള ദൂതാണ്, വാഗ്ദത്തമാണ്. ഏറ്റവും വിശ്വസിച്ചാൽ അങ്ങനെ സംഭവിക്കേണ്ട കാര്യത്തിൽ. കാരണം കർത്താവ് വാക്കുകൾക്ക് മാറ്റം. എന്നിട്ട് പറഞ്ഞത്, നീ ചുറ്റുമുള്ള അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഒരു മരുഭൂമി സമാനമായ ഒരു അനുഭവത്തിൽ ജീവിക്കുകയാണെങ്കിൽ സ്വർഗം പറയാൻ, ഞാൻ നിന്നെ കരം പിടിച്ച് നീർത്തോടുകൾക്കരികെ നടത്തും. നിന്നെ തണുപ്പിക്കാൻ കഴിയുന്ന, ആശ്വസിപ്പിക്കാൻ കഴിയുന്ന, വിടിവിപ്പിക്കാൻ കഴിയുന്ന, നിന്നിൽ ചില പുത്തൻ നാമ്പുകളെ മുളപ്പിക്കാൻ കഴിയുന്ന, മുളച്ചെരെ വളർത്തുവാൻ കഴിയുന്ന ഒരു നീർത്തോടിന്റെ അനുഭവത്തിലേക്ക് ദൈവത്തിന് അയക്കാൻ പോവുക. കഴിഞ്ഞ കാലങ്ങളിൽ നീ ശ്രമിച്ചു, പലതും ഉണങ്ങിപ്പോയി. അത് വളരുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, എല്ലാം ഉണങ്ങിപ്പോയി. എന്നാല് ദിവസങ്ങളിൽ കർത്താവ് എന്റെ കരം പിടിച്ചതിനെ നീർത്തോടിന് അരിയിലേക്ക് നടത്തുമെന്ന് ദൂത് കൈമാറുന്നു. വിശ്വസിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിച്ചോ, ജീവിതത്തിൽ അനുഭവിക്കാൻ പോവുകയാണ്. ആ ഒരു ബോധത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മുഖത്തും കാണാം. നീ ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല കുഞ്ഞെ, തുടക്കം നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കാൻ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന കുഞ്ഞുമനസ്സിനെ പരമേൽപ്പിക്കുന്നു. ദൈവത്തെ അനുഗ്രഹിക്കുന്നതാണമേ. അവർ ജീവിതത്തിൽ നേരിടുന്ന തിക്ത അനുഭവങ്ങളുടെ നടുവിൽ കരയുമ്പോൾ കർത്താവെ, കരച്ചിലിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നീ അനുഗ്രഹിക്കുന്ന ഒരു കൃപയ്ക്കായി നന്ദിയുള്ള സ്തോത്രം. ചുട്ടുപൊള്ളുന്ന അനുഭവത്തിലവരായിരിക്കുമ്പോഴും നീ അവരെ നീർത്തോടിനരികെ നയിക്കുന്ന ഒരു കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, വ്യക്തിപരമായ ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങളെ, കുടുംബത്തിലെ വിഷയങ്ങളെ, ജോലി സ്ഥലത്തെ വിഷയങ്ങളെ, ബിസിനസ് സ്ഥലത്തെ വിഷയങ്ങളെ, ശുശ്രൂഷാ വിഷയങ്ങളെ എല്ലാം സ്ഥലം പരിമേൽപ്പിക്കുകയാണ്. കർത്താവ് നിന്റെ അത്ഭുത പ്രവർത്തനങ്ങളെ ആശ്വസിപ്പിക്കണമേ, സഹായിക്കണമേ. നാൾക്ക് നാൾ മേൽക്കുമേൽ ആത്മീയമായിട്ട് ഭൂമിയിൽ ശക്തിപ്പെടുവാൻ സഹായിക്കുമ്പോഴാകണം. ഇതൊരു പുത്ര പരിശുദ്ധാത്മ നാമത്തിൽ അടിയവരെ അനുഗ്രഹിക്കുന്നു. കാണിക്കുന്ന വിഷയമാക്കിയാണ് സമാധാനം, സന്തോഷം കൈവരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനുള്ള പാപക്ഷമയെ തീവ്രവകാശമാണ് പലരും സഹായിക്കണം. പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം ശ്രമിച്ചതിനായി നന്ദി പറയുന്നു. ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങൾ വിളിക്കുക. നിങ്ങളുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരെ മിനിസ്ട്രിയെ കുറിച്ച് പരിചയപ്പെടുത്തുക, ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.